പ്രചരണത്തിൽ മുന്നേറി LDF സ്ഥാനാർത്ഥികൾ. മധ്യകേരളത്തിലെ ഇടത് സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയായി മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു. മധ്യകേരളത്തിലെ ബൂത്ത് തല കൺവെൻഷനുകൾ പുരോഗമിക്കുകയാണ്. UDFും പ്രചാരണം ആരംഭിച്ചു. NDAക്ക് എറണാകുളത്ത് ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല. സച്ചിനുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. സച്ചിൻ, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പ്രചാരണം ഇനി അതിന്റെ അടുത്തൊരു ആവേശത്തിലേക്ക്, കൂടുതൽ ആവേശത്തിലേക്ക് മാറും. എങ്ങനെയാണ് മധ്യകേരളത്തിലെ പ്രചാരണമൊക്കെ, സ്ഥാനാർത്ഥികളുടെ പ്രചാരണമൊക്കെ പുരോഗമിക്കുന്നത്? കാവ്യ, മധ്യകേരളത്തിൽ മുന്നേ തന്നെ LDFിൻ്റെ പ്രചാരണം വലിയ രീതിയിൽ മുന്നേറിക്കഴിഞ്ഞു. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നൊരു നേട്ടം LDFിന് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രചാരണത്തിലും വലിയൊരു മേൽക്കൈ സൃഷ്ടിക്കാൻ മധ്യകേരളത്തിൽ LDF സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിലും വലിയ നല്ല ശക്തമായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് LDFിന് സാധിച്ചു. തെരഞ്ഞെടുപ്പ് തീയതി വന്നിട്ട് പോലും എറണാകുളത്ത് ഇതുവരെ ഒരു NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. കാരണം ഇന്നലെ രാവിലെയാണ് മധ്യകേരളത്തിലെ ഇടുക്കിയിലും കോട്ടയത്തും NDAക്ക് സ്ഥാനാർത്ഥികളെ ആയത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ NDAക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി സാധിക്കാത്തത് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം BJPക്ക് അകത്തു നടക്കുന്ന ഗ്രൂപ്പിസവും അതുപോലെ തന്നെ വിഭാഗീയതുമാണ് ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾക്ക് കാരണമെന്ന ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. മാത്രമല്ല, UDFിനെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവസാന ഘട്ടത്തിലാണ് വന്നത്. അവരുടെ പ്രചാരണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. LDFിനെ സംബന്ധിച്ച് LDFിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം മൂന്നാം ഘട്ട പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പം ബൂത്ത് തല, മേഖലാതല കൺവെൻഷനുകളിലേക്ക് LDF കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ LDFിൻ്റെ പ്രചാരണവും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നേരിൽ വോട്ടർമാരെ കാണുന്നതിനോടൊപ്പം തന്നെ വൈകിട്ട് കുടുംബയോഗങ്ങളും മറ്റു കൺവെൻഷനുകളും നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ LDFിൻ്റെ പ്രചാരണം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട പ്രചാരണം ആരംഭിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. കാരണം പ്രമുഖ വ്യക്തികളെയും അതുപോലെ തന്നെ പ്രമുഖ സ്ഥാപനങ്ങളും മാത്രം സന്ദർശിച്ചുകൊണ്ട് റോഡ് ഷോയുമാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ മധ്യ കേരളത്തിൽ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. LDFിൻ്റെ ചാലക്കുടി, തൃശ്ശൂർ, അതുപോലെ തന്നെ കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, മാവേലിക്കര, എറണാകുളം മണ്ഡലങ്ങളിലാണ് മധ്യ കേരളത്തിൽ വ്യാപകമായി LDFിൻ്റെ പ്രചാരണം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി, അതുപോലെ തന്നെ CPMൻ്റെ നേതാക്കൾ, അതുപോലെ തന്നെ CPI നേതാക്കൾ, ഇടതു നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളും മധ്യ കേരളത്തിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ ആദ്യ ഘട്ടം എന്നോണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൊതുസമ്മേളനങ്ങളും അതുപോലെ തന്നെ റോഡ് ഷോ അടക്കമുള്ള ഇതിലേക്ക് LDF കടന്നിരിക്കുകയാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം മധ്യ കേരളത്തിൽ വലിയ പ്രതിസന്ധിയും നിലവിൽ ഉണ്ട്. കാരണം എറണാകുളത്ത് UDFിനകത്ത് വലിയ വിഭാഗീയതയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനകത്തും വിഭാഗീയത വലിയൊരു പ്രതിസന്ധി UDFിന് സൃഷ്ടിക്കുന്നുണ്ട്. എറണാകുളത്തെ മുസ്ലിം ലീഗിനകത്ത് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ഇബ്രാഹിം കുഞ്ഞും അതുപോലെ തന്നെ TA അഹമ്മദ് കബീർ വിഭാഗവും തമ്മിൽ വലിയ തർക്കമാണ് നിലനിൽക്കുന്നത്. കാരണം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി അടക്കം പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം എറണാകുളത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ കയ്യാങ്കളിയും അതുപോലെ തന്നെ തർക്കവും ഉണ്ടായി. മാത്രമല്ല, ഇത് വലിയ രീതിയിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനെയും ബാധിക്കുന്നുണ്ട്. കാരണം ശക്തമായൊരു പ്രചരണം എറണാകുളത്ത് ഇതുവരെ UDFിന് ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയൊരു പരാജയം ഉണ്ടാവുമോ എന്നൊരു ഭീഷണിയും UDFിലെ തർക്കം UDFിന് സൃഷ്ടിക്കുന്നുണ്ട്. മധ്യ കേരളത്തിലെ പൊതുവെ LDFിന് അനുകൂലമായ ഒരു കാഴ്ചയാണ് നിലവിൽ മണ്ഡലം കൺവെൻഷനുകൾക്കകത്തും അതുപോലെ തന്നെ പൊതുയോഗങ്ങൾക്കകത്തും കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാവ്യ, ശരി, സച്ചിനാണ് വിവരങ്ങൾ.